ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ സത്യം പറഞ്ഞാൽ അതിനകത്ത് അവർ പറയുന്നതിലൊക്കെ കുറേ പൊരുത്തക്കേടുണ്ട്. അപ്പോൾ അതൊന്ന് സത്യാവസ്ഥ പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിട്ട് നമുക്ക് കാണാം. കൊല്ലത്തുള്ളൊരു CPM ഹാൻഡിൽ വന്നൊരു ഇതാണ്, CPM നേതാവാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, കൊല്ലം കോർപ്പറേഷനിൽ STPക്ക് ലഭിച്ച വോട്ടുകൾ നോക്കുക, സീറ്റുകൾ നോക്കുക. അവിടെ എന്തോ കോൺഗ്രസുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ UDF ആയിട്ട് ചേർന്ന് കോൺഗ്രസ് വോട്ട് മറിച്ചിട്ടാണ് STP ജയിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കൊല്ലം കോർപ്പറേഷനിൽ STPക്ക് ഒരു സീറ്റേ ഉള്ളൂ. അത് ചാത്തനാകുളം വാർഡിലെ സീറ്റാണ്. അപ്പം വാർഡിൻ്റെ കാര്യം നമുക്ക് പരിശോധിക്കാം. വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. STPI തെരഞ്ഞെടുക്കപ്പെട്ട വാർഡിലെ വോട്ടിംഗ് നിലയെ സംബന്ധിച്ച് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. STPI തെരഞ്ഞെടുക്കപ്പെട്ട ചാത്തനാകുളം ഡിവിഷനിൽ നിന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥിയായി RSP മത്സരിച്ചപ്പോൾ 4ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 1ാം സ്ഥാനത്ത് STPI എത്തി. ഈ അവിശുദ്ധ കൂത്തുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ഭരണം അവർക്ക് ലഭിച്ചില്ലെങ്കിലും 4 സീറ്റ് RSPക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വന്നപ്പോൾ RSPയുടെ സീറ്റ് 3ആയി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കണക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതിൽ ഒന്ന് STPI ഈ നിലയിൽ തന്നെ നേടിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ RSPക്ക് മുമ്പ് 4 സീറ്റ് എന്തോ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് 3ആയിട്ട് മാറി. ഒരു സീറ്റ് STPI പിടിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ STPI ജയിച്ചത് ചാത്തനാകുളത്താണ്. ചാത്തനാകുളത്ത് 3 തവണയായിട്ട് STPI ആണ് വാർഡിൽ ജയിക്കുന്നത്. അപ്പോൾ 2015 STPI ആദ്യമായിട്ട് അവിടെ ജയിച്ചു. നിസാറായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. അദ്ദേഹമാണ് ഇപ്പോൾ 2025 ജയിച്ചിരിക്കുന്നത്. 2020 STPIയുടെ കൃഷ്ണേന്ദുവാണ് ജയിച്ചത്. നമുക്ക് 2015 മുതലുള്ള കണക്കുകൾ നോക്കാം. കണക്കുകൾ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലാതെ UDFിൻ്റെ വോട്ട് മേടിച്ചിട്ടാണ് STPI അവിടെ ജയിച്ചതെന്ന് ഈ കണക്കുകൾ പറയട്ടെ. 2015 മുതലുള്ള കണക്കുണ്ട്. 2015 STPIയുടെ സ്ഥാനാർത്ഥി നിസാറായിരുന്നു. അദ്ദേഹം 1484 വോട്ടുകൾ നേടി. അതുപോലെ തന്നെ 2ാം സ്ഥാനം വന്ന് BJP ആയിരുന്നു. BJPയുടെ ലളിതാബായി അമ്മ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി 1477 വോട്ടുകൾ നേടി. അതുകൊണ്ട് 10 വോട്ടിൽ താഴെയുള്ള ഭൂരിപക്ഷത്തിനാണ് STPI ജയിക്കുന്നത്. 7 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് 2015 BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊല്ലം കോർപ്പറേഷനിൽ STPI അക്കൗണ്ട് തുറക്കുന്നത് ചാത്തനാകുളത്ത്. അപ്പം അവിടെ അന്ന് CPMന്റെ അഡ്വക്കേറ്റ് അരുൺകുമാർ ആയിരുന്നു 984 വോട്ട് പിടിച്ചു. RSPയുടെ ഹാരിസ് ആയിരുന്നു 420 വോട്ട് പിടിച്ചു. അത് നോട്ട് ചെയ്യണം. ഹാരിസ് 420, RSPയുടെ വോട്ട് 420, CPMന്റെ 984, BJPയുടെ 1477, STPIയുടെ 1484. ഈ 5 വർഷത്തിന് ശേഷം 2020 നടന്ന ഇലക്ഷൻ വനിതാ സംവരണമാണെന്ന് തോന്നുന്നു. വനിതകളാണ് എല്ലാം മത്സരിച്ച് അവിടെ. 2020 STPIയുടെ കൃഷ്ണേന്ദു മത്സരിക്കുന്നു. കൃഷ്ണേന്ദു 1673 വോട്ടുകൾ മേടിക്കുന്നു. 2ാമത് വീണ്ടും BJP തന്നെ വരുന്നു. BJPയുടെ സനി 1581 വോട്ടുകൾ മേടിക്കുന്നു. അപ്പോൾ 92 വോട്ടിന്റെ ഭൂരിപക്ഷം, 7 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിന്ന് 92 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് STPI അവിടെ ഭൂരിപക്ഷം ഉയർത്തി. അപ്പോൾ കൃഷ്ണേന്ദുവിനെ നിർത്തി 1673 വോട്ടുകൾക്ക് 92 വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുകയാണ്. ഈ 2ാം സ്ഥാനത്ത് BJPക്ക് 1581, 3ാം സ്ഥാനത്ത് CPMന്റെ ബിനു കല 1028. അപ്പോൾ നോക്കുക, അതിന്റെ താഴെ RSP 414, ഒരു സ്വതന്ത്ര ഉണ്ടായിരുന്നു സരസമ്മ എന്ന് പറയുന്നത് 43. RSPയുടെ ഗ്രീഷ്മയായിരുന്നു 414 വോട്ട് നേടി. സ്വതന്ത്രയായി മത്സരിച്ച സരസമ്മ 43 വോട്ട് നേടി. കൃഷ്ണേന്ദു 1673, BJPയുടെ സനി 1581, അതുപോലെ തന്നെ CPM 1028, RSP 414. അപ്പോൾ 1484 വോട്ടിന്റെ STPI 1673 ഉയർത്തുന്നു. 1477 വോട്ടിൽ നിന്ന് BJP 1581 വോട്ടിലേക്ക് ഉയർത്തുന്നു. 984 നിന്ന് CPM 1028 വോട്ടിലേക്ക് ഉയർത്തുന്നു. 420 നിന്ന് RSP 414. അവർക്ക് വോട്ട്സിന്റെ 2ാം തവണ വോട്ട് 6 വോട്ടുകളുടെ കുറവ് ഉണ്ടാവുന്നു. സ്വതന്ത്രമായിട്ട് ഇന്ന് ഒരു 43 വോട്ട് പിടിക്കുന്നു. ഇനി 2025 വരാം. 2025 STPI മത്സരിക്കുന്ന STPIയുടെ നിസാറാണ്. അതായത് 2015 ജയിച്ച നിസാറാണ് STPIക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്നത്. 1690. 3ാമതും STPIയുടെ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം മത്സരിച്ചപ്പോൾ 1484 വോട്ടുകൾ, 7 വോട്ടിന്റെ ഭൂരിപക്ഷം. 2ാമത് 1673, 92 വോട്ടിന്റെ ഭൂരിപക്ഷം. ഇത്തവണ 1690. 2ാമത് അവിടെ CPM വരുന്നു. കാരണം 2 തവണ BJP ആയിരുന്നു.
രണ്ടാമത് CPM-ന്റെ സത്താറാണ് മത്സരിച്ചത്. സത്താർ 1244, 446 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ SDPI ജയിക്കുന്നു. മൂന്നാമത് BJP. ഇത്രയും നാളവിടെ രണ്ടാമത് വരുന്നു, BJP മൂന്നാമത് വരുന്നു. പക്ഷെ അവർ വോട്ട് BJPക്ക് കുറയുന്നു. 1222 വോട്ടുകളിലേക്ക് BJP കുറയുന്നു. ഏതാണ്ട് 1400 1500 ഒക്കെ വോട്ടുകൾ കിട്ടുന്ന BJP ഏതാണ്ട് 300 വോട്ടുകളിലേക്ക് താഴെ വരുന്നു. CPM ഏതാണ്ട് ഒരു 200 സംതിങ് 250 വോട്ടുകൾ ഉയർത്തുന്നു. BJPയുടെ സനി 1222, RSPയുടെ ശിവകുമാർ 304, RSPക്ക് ഒരു 100 വോട്ട് കുറയുന്നു. 444 414 ഒക്കെ ആയിട്ട് കിടന്ന RSP 304ലേക്ക് വരുന്നു. CPM-ന് അവിടെ 100-200 വോട്ടുകൾ കൂടുന്നു. സ്വാഭാവികമായിട്ട് RSPയുടെ വോട്ട് CPM-ന് പോയെന്നെ നമുക്ക് ഈ കണക്കിൽ പറയാൻ പറ്റൂ. അതുപോലെ തന്നെ PDP മത്സരിച്ചിട്ടുണ്ടായിരുന്നു. PDPയുടെ ഷാജഹാൻ 23 വോട്ടുകൾ. സ്വാഭാവികമായിട്ട് അവിടെ നേരത്തെയും ആളുകൾ സ്വതന്ത്ര മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ മത്സരിച്ചുകൊണ്ട് ആ വോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ PDP കിട്ടുന്ന വോട്ടുകൾ 23 വോട്ട് അവർക്ക് കിട്ടി. അപ്പോൾ SDPI ആകെ ജയിച്ച കോർപ്പറേഷനിൽ ജയിച്ചത് ഈ വാർഡാണ്, ചത്തനകുളം വാർഡാണ്. 3 തവണയും കണ്ടിന്യൂസ് ആയിട്ട് SDPI ജയിക്കുന്ന വാർഡിലാണ് എന്തോ കോൺഗ്രസ് വോട്ട് മറിച്ച് SDPIയെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് CPM ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. CPM ആണ് നമ്മളൊക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും വൃത്തിക്ക് സംഘടന പാഠവും കണക്കും സെറ്റപ്പും ഒക്കെ ഉള്ളൊരു പാർട്ടി. പക്ഷെ ഈ രീതിയിൽ കണക്കുകൾ നോക്കാതെ വിവരക്കേട് വിളിച്ചു പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും ചത്തനകുളത്തെ സംബന്ധിച്ച് SDPI വലിയൊരു വളർച്ചയാണ്. ഈ വാർഡ് വിഭജനമൊക്കെ വന്നിട്ട് പോലും SDPI വോട്ട് ഭൂരിപക്ഷമൊക്കെ 7 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 2015 അവിടെ ജയിക്കുന്നത്. 2025 ആയപ്പോൾ ഏതാണ്ട് 446 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് അവർ വിജയിച്ചെങ്കിൽ അത് അവരുടെ വികസനമാണ്. ആദ്യം നിസാർ സാഹിബ് നിന്നപ്പോൾ ജയിക്കുന്നു, പിന്നെ കൃഷ്ണേന്ദു നിന്നപ്പോൾ ജയിക്കുന്നു, വീണ്ടും നിസാർ നിൽക്കുമ്പോൾ ജയിക്കുന്നെങ്കിൽ അതവരുടെ അവിടെ ആ വാർഡിൽ അവർ പണിയെടുത്തതിന്റെ ബലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. CPM പറയുന്ന പോലെ കോൺഗ്രസിന്റെ വോട്ട് മേടിച്ചിട്ടാണ് ജയിച്ചതെന്നൊക്കെ പറയുമ്പോൾ അത് ശുദ്ധ അസംബന്ധമാണ്. കാരണം അവിടെ UDF-ന് ആകെ കിട്ടുന്ന വോട്ട്, UDF-ന് ഇതായിട്ടാണ് RSP നിൽക്കുന്നത്. RSPക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ 420 വോട്ടാ. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോർപ്പറേഷൻ വാർഡാണ്. കോർപ്പറേഷനിൽ എത്ര വോട്ടുകൾ ഉണ്ടാവും നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാവുന്നതാണ്. അത്രയും വോട്ടിൽ 500 വോട്ട് പോലും UDF-ന് അവിടെ തികച്ച് കിട്ടിയിട്ടില്ല ആ വാർഡിൽ. പിന്നെ എങ്ങനെ UDF ജയിക്കും? BJPക്ക് ജയസാധ്യത ഉണ്ടായിരുന്നു. CPM ഇത്തവണയാണ് ചെറിയൊരു മുന്നേറ്റം ഉണ്ടായെന്ന് പോലും നമ്മളവിടെ മനസ്സിലാക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.